ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എസ് ജാനകിക്ക് വിട നൽകാൻ ഒരുങ്ങി രാജ്യം. മൈസൂരുവിലെ മഹാരാജാസ് ഗ്രൗണ്ടിൽ വൈകിട്ട് 4 വരെ പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ മൈസൂരുവിലെ ഫാം ഹൗസിൽ വൈകിട്ട് 5-നാണ് സംസ്കാരം. ജാനകിയമ്മയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. സംഗീത ലോകത്തിന് നികത്താനാകാത്ത നഷ്ടമെന്ന് നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. മൈസൂരുവിൽ നിന്നും സരീഷ് PK ആണ് ചേരുന്നത്. സരീഷ്, വാക്കുകൾക്ക് അതീതമാണ് ജാനകിയമ്മ ഈ ഒരു സമയത്ത് വിശേഷിപ്പിക്കാൻ നമുക്ക് അത്രമാത്രം സാധിക്കില്ല എന്നുള്ളതാണ്. എന്തായാലും പ്രിയപ്പെട്ട ഗായികയെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി ആയിരങ്ങളാണ് അവിടേക്ക് ഒഴുകിയെത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്? അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്നും നൽകാൻ സാധിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ദക്ഷിണേന്ത്യയിലെ വാനമ്പാടി, ഗാനഗോകുല, ഗാനസുധ തുടങ്ങി നിരവധി വിശേഷണങ്ങളുള്ള വ്യക്തിയായിരുന്നു എസ് ജാനകി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വിശേഷണങ്ങൾക്ക് തുല്യമായ പ്രാധാന്യം ഓരോ മനസ്സും, സംഗീതം കേൾക്കുന്ന ഓരോ മനസ്സും അവർക്ക് നൽകിയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ പൊതുദർശനവും ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇടമുറിയാതെ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അല്പം തിരക്ക് കുറവായിരുന്നെങ്കിൽ പോലും പിന്നീട് ഈ പൊതുദർശനം ആരംഭിച്ചു എന്ന് പുറത്തറിഞ്ഞതോടെ, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പുറത്തറിഞ്ഞതോടെ ഇപ്പോൾ വലിയ നീണ്ട നിര ഈ ഗേറ്റിനകത്തും, അതായത് ഈ സ്റ്റേഡിയത്തിനകത്തും പുറത്തുമായി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത്രത്തോളം ആളുകൾ, കണ്ണീർ പൊഴിക്കാത്ത ഒരാൾ പോലും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അവരുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ എസ് ജാനകി പാടിയ ഒരു പാട്ട് അവർക്ക് ആശ്വാസമായിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സന്ദർഭത്തിൽ ആ സന്ദർഭത്തെ അവർ ഓർക്കുന്നത് എസ് ജാനകിയുടെ പാട്ടിലൂടെ ആവാം. കാരണം അത്രത്തോളം പാട്ടുകൾ എസ് ജാനകി ഓരോ ഭാഷയിലും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ മലയാളത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തു വയ്ക്കുന്ന ചില പാട്ടുകൾ ഉണ്ട്. ആ പാട്ടുകളെ എടുത്തു നോക്കിയാൽ തളിരിട്ട കിനാക്കൾ എന്ന് തുടങ്ങുന്ന ആ ഗാനം ഒരുപക്ഷെ ഏതൊരാളുടെയും ഒരുപക്ഷെ മോട്ടിവേഷൻ സോങ് എന്നൊക്കെ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രണയാർദ്രം എന്ന് പറയുന്ന രീതിയിൽ, ഒരുപക്ഷെ ഓരോ പാട്ടിനും വിവിധ അർത്ഥങ്ങളെ കൽപ്പിക്കാവുന്ന രീതിയിലുള്ള വരികൾക്ക് തുല്യമായ ശബ്ദവും അതിനൊടുത്ത ഭാവവും നൽകുന്ന ഗായിക എന്ന് തന്നെ വേണം പറയാൻ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് P. ഭാസ്കരൻ മാസ്റ്ററുടെ കാര്യമായിരുന്നെങ്കിൽ അതിനപ്പുറത്തേക്ക് ഓരോ സംവിധായകരും, ഇളയരാജ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുമായി ബന്ധപ്പെട്ട് തമിഴിൽ കമ്പോസ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞിരുന്നത്, എഴുതിയ വരികളെക്കാളും ഞാൻ ചെയ്ത മ്യൂസിക്കിനേക്കാൾ കൂടുതൽ ആളുകൾ ഏറ്റുവാങ്ങുന്നത് എസ് ജാനകി എന്ന ഗായികയുടെ ശബ്ദമാണ്. കാരണം ആ ശബ്ദത്തിൽ അത് കേൾക്കുമ്പോൾ മാത്രമാണ് ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ആഴ്ന്നിറങ്ങുന്ന രീതിയിലേക്ക് ആ ഗാനം മാറുന്നത് എന്ന് അല്ലെങ്കിൽ മുൻപ് അദ്ദേഹം നൽകിയൊരു അഭിമുഖത്തിൽ അത്തരത്തിൽ പറഞ്ഞിരുന്നു. അത് കൃത്യമായി ശരിവെക്കുന്നതാണ് മലയാളത്തിലും തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള എസ് ജാനകിയുടെ വരികളും അതോടൊപ്പം തന്നെ ഗാനങ്ങളും. അത് കൃത്യമായി ഓരോ വരിയിലും ഈ മലയാളത്തിൽ അത്രത്തോളം മലയാളം പഠിച്ചിട്ടില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ മലയാളം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഓരോ പാട്ടിൻ്റെയും വരികളുടെ അർത്ഥം മനസ്സിലാക്കി, അതിൻ്റെ ആഴം മനസ്സിലാക്കി, എന്താണ് സന്ദർഭം എന്ന് മനസ്സിലാക്കി കൃത്യമായി പാടുന്ന, അത് ഫലിപ്പിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരു വ്യക്തിയാണ് എസ് ജാനകി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത് മലയാളി അല്ല പാടിയത് എന്ന് ഒരിക്കൽ പോലും തോന്നാത്തതും അതുകൊണ്ട് തന്നെയാണ്. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം എന്ന് തുടങ്ങുന്ന ഗാനം ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകളാണ് അല്ലെങ്കിൽ അക്ഷരങ്ങളാണ് ഴ എന്നൊക്കെ പറയുന്നത്. അത്രത്തോളം ഴ എന്നൊക്കെയുള്ള അക്ഷരങ്ങൾ അത്രത്തോളം ബുദ്ധിമുട്ടുള്ള അക്ഷരങ്ങളാണ്. പക്ഷേ വളരെ എളുപ്പത്തിൽ, അനായാസത്തിൽ ഒരു മലയാളിക്ക് തുല്യമായി ആ വാക്കുകളും ഉച്ചാരണങ്ങളും ഒക്കെ എസ് ജാനകിയുടെ നാവിൽ നിന്ന് വരുമ്പോൾ അതൊക്കെ എത്രത്തോളം പ്രിയപ്പെട്ടതായി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഈ വരികളൊക്കെ നമ്മളെ ഓർത്തെടുപ്പിക്കുന്നതാണ്.
അങ്ങനെ നിരവധി ഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകിയ, കന്നഡ സിനിമയ്ക്ക് നൽകിയ, തമിഴ് സിനിമയ്ക്ക് നൽകിയ, ഒരുപക്ഷെ രാജ്യത്തിനപ്പുറത്തേക്ക് വിവിധ ഭാഷകളിൽ പാടിയിട്ടുള്ള ഒരു പ്രതിഭ. ആ പ്രതിഭയാണ് നമ്മളെ വിട്ടിട്ട് പോയിട്ടുള്ളത്. ഇനി ഒരാൾ ഇത്രത്തോളം സ്വീകാര്യത ലഭിക്കുന്ന, ഇത്രത്തോളം ഒരു തരത്തിലും വിമർശനങ്ങൾ ഇല്ലാതിരുന്ന, 2013 പത്മ പുരസ്കാരം നേടിയപ്പോൾ അത് നിരസിച്ച ആ വ്യക്തി അന്ന് ഒരുപക്ഷെ മറ്റൊരാളായിരുന്നെങ്കിൽ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരുമായിരുന്നു. കാരണം രാജ്യം ഉറ്റുനോക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്ത് അപൂർവമായി മാത്രം നൽകുന്ന ആ പുരസ്കാരം ഒരു സംഗീതജ്ഞയെ തേടിയെത്തിയപ്പോൾ അത് വളരെ സൗഹൃദത്തിൽ നിരസിക്കുകയും അതിന് തൻ്റേതായ ന്യായീകരണങ്ങളുണ്ട് എന്ന് കൃത്യമായി പറയുകയും ചെയ്ത ഒരു വ്യക്തി. ഒരുപക്ഷെ മറ്റൊരാളായിരുന്നു ഇത് നിരസിക്കുന്നതെങ്കിൽ വലിയ വിമർശനങ്ങൾക്കിടയാക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ എസ് ജാനകി കൃത്യമായി അതിന് മറുപടി കൊടുത്തത്, കഴിഞ്ഞ 50 വർഷത്തിലേറെയായി താൻ ഈ രംഗത്തുണ്ട്, താൻ പാട്ടുകൾ പാടുന്നുണ്ട്, അത് ആളുകൾ കേൾക്കുന്നുണ്ട്. ഈ 50 വർഷത്തിനുള്ളിൽ തനിക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം താൻ വിലമതിക്കുന്നതായി കാണുന്നത് ജനങ്ങളുടെ സ്നേഹമാണ്, ജനങ്ങളുടെ അംഗീകാരമാണ്. അത് തനിക്ക് കഴിഞ്ഞ 50 വർഷമായി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദേശീയ പുരസ്കാരം അല്ലെങ്കിൽ ഈ പത്മ പുരസ്കാരം തനിക്ക് വേണ്ട എന്ന് കൃത്യമായി പറയാൻ എസ് ജാനകി കാണിച്ച ഒരു തൻ്റെ ഇടമുണ്ട്. അത് കൃത്യമായി ആ 50 വർഷത്തിനുള്ളിൽ ആ സബരിയെ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാരുകൾ മടിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ നിലപാട് സ്വീകരിച്ചത്. പക്ഷേ ഒരു തവണ പോലും ഒരു സർക്കാരും ഒരു രാഷ്ട്രീയ പാർട്ടിയും എസ് ജാനകിക്കെതിരെ ശബ്ദമുയർത്തിയിട്ടില്ല, ജാനകിയെ തള്ളി പറഞ്ഞിട്ടില്ല. കാരണം എന്തെന്നാൽ അതൊരു അപൂർവ ഗായികയാണ്, അപൂർവ ശബ്ദത്തിനുടമയാണ് എന്നെല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വൈകിപ്പോയി, രാജ്യം അംഗീകരിക്കാൻ വൈകിയിരുന്നു എന്ന തിരിച്ചറിവ് ആ ഒരൊറ്റ വാക്കിലൂടെ മുഴുവൻ ആളുകളും തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള നിലപാടുകൾ അത് പാട്ടിലും അതോടൊപ്പം ജീവിതത്തിലും ഒരേപോലെ കൈക്കൊണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് എസ് ജാനകി എന്ന് പറയുന്നത്. ഓരോ പാട്ടുകളും പാടുമ്പോഴും തൻ്റെ അഭിപ്രായങ്ങൾ പറയാനും ആ അഭിപ്രായത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനും അതോടൊപ്പം സംഗീത സംവിധായകൻ എന്തു പറയുന്നു എന്ന് കൃത്യമായി ഉൾക്കൊണ്ട് തൻ്റെ അഭിപ്രായങ്ങൾ കൂടി അവിടെ എന്ത് വേണം, ഒരുപക്ഷെ മ്യൂസിക് ഡയറക്ടറാണ് ഏറ്റവും അവസാനമായി ഒരു പാട്ടിൻ്റെ ചിട്ടപ്പെടുത്തലുകൾ നടത്തുന്നത് എന്നതിനപ്പുറത്തേക്ക് ഒരു ഗായകനോ ഒരു ഗായികയ്ക്കോ, കാരണം എസ് ജാനകി എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് ഗായിക അല്ലെങ്കിൽ കേട്ടിട്ടുള്ളത് ഗായിക എന്ന രീതിയിൽ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് സംഗീത സംവിധായിക എന്ന റോൾ കൂടി അവർക്കുള്ളത് കൊണ്ട് തന്നെ എല്ലാ മേഖലയിലും കയ്യൊപ്പ് പതിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മഹാരാജാസിലെ പൊതുദർശനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ശരി സരീഷ്, ജാനകി അമ്മയ്ക്ക് വിട നൽകുകയാണ് ആരാധകരായിട്ടുള്ള ആളുകൾ.